എടാ നാളെ വിഷുക്കണി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവിടെ കാലിക്ക് പോട്ടാ. നാളെ നല്ല കുട്ടികള് സാരിക്ക് എടുത്ത് വരും. ഏതെങ്കിലും ഒന്നിനെ സംസാരിച്ച് സെറ്റാക്കണം. നീല കല്യാണം ഒന്നും വേണ്ട പറഞ്ഞേ. അത് പിന്നെ വീടൊക്കെ ആയില്ലേ, റൂമൊക്കെ ആയപ്പോ നല്ലതാ. അല്ലടാ ഞാൻ പറഞ്ഞ കാര്യം നീ തുടിച്ചേ എന്ത് പിടിക്കത്. ക്യാഷിന് ഭയങ്കര ടൈറ്റാ. പിന്നെ വീട് പണി കഴിഞ്ഞിട്ട് പണിക്കാരുടെ പൈസ എന്നെ ഇതുവരെ കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വിഷയൊക്കെ അല്ലേ, എൻ്റെ കണി നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കൊണ്ടുവന്നതാ. അളിയാ, ഒരു കാരണവശാലും മാർച്ച് ഏപ്രിലൊന്നും ഈ ഹൗസ് വാമിങ് വെക്കരുതിട്ടാ. ഇന്നലെ കൊണ്ടുവന്ന ഗിഫ്റ്റില്ലേ, വൈക്കോല് മുതൽ ഇരുമ്പ് വരെ കൃഷ്ണൻ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കാന്ന് വെച്ചാലാ എല്ലാം അമ്മയ്ക്ക് വേണം. പിന്നെ കൂട്ടത്തിൽ നല്ലൊരു കൃഷ്ണനെ ഞാൻ പില്ലോടങ്ങ് തൂക്കി. നന്നായി. എടാ വേറൊന്നുമില്ല, ആഘോഷങ്ങളൊക്കെ കുറച്ച് വർഷങ്ങളായി ആഘോഷിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വരൻ്റെ കയ്യിലേക്ക് പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും വെക്കണം എന്ന് തോന്നി. നല്ലൊരു ആഗ്രഹം തോന്നിപ്പോയി. ഞാൻ നോക്കട്ടെ, ഉറപ്പൊന്നും പറയണില്ല. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ കൃഷ്ണ, ഒരു വഴി കാണിച്ചായിരുന്നേ. രാവിലത്തെ പൈസയും പോയി. ഓടണ്ട, ഞാൻ വീട്ടിലേക്ക് തന്നെ വരുന്നേ. കൃഷ്ണ വഴിയാണ്, വണ്ടിയല്ല. അച്ഛൻ അന്വേഷിച്ചിരുന്നു, ഫോൺ വിളിച്ചിട്ട് വീട്ടിലാരും എടുത്തില്ലെന്ന് ദേഷ്യത്തില്ല അച്ഛൻ. അതൊന്നും പറയാനില്ലാത്തോണ്ടാവും. പൈസ മേടിക്കുമ്പോൾ പറഞ്ഞിരുന്നല്ലോ വിഷുവിന് മുന്നേ തരാന്ന്. അച്ഛന് പണിക്ക് വകയിൽ കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, അത് കിട്ടി അപ്പം തന്നെ ഡിവിസറിനെ ഒന്ന് കൊണ്ടോളാം. ഇത് കേൾക്കേണ്ട താമസമുള്ളൂ, ഇന്ന് തന്നെ കിട്ടണമെന്ന് വാശിയില്ല അച്ഛൻ. 1000 രൂപ മേടിച്ച് കൊടുക്കാൻ പറ്റൂല? അല്ല തനിക്ക് പണിയൊന്നില്ലേ? ഉണ്ട്, ടൗണിൽ ഹോട്ടലിൽ ബില്ലിങ്ങാ. അറിയാലോ ഇപ്പോഴത്തെ അവസ്ഥ, നിവർത്തി കേടോണ്ടാ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ? ഇത് എൻ്റെ ഇത് കൊള്ളാലോ. അയ്യോ, 1600 രൂപയാ. ഇതിനൊക്കെ പൈസ കയ്യിലുണ്ടല്ലേ? അല്ല അതിന്റെ അത് നമുക്ക് കണി കാണാനല്ലേ. അച്ഛൻ ഇതേപോലത്തെ ഒരെണ്ണം മേടിക്കണമെന്ന് പറയണ്ടായിരുന്നു. എന്തായാലും പൈസ തരാനുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ അതിൽ കൂട്ടിക്കോളാം. 1000 രൂപ തരാനുള്ളത്. അല്ല വേണ്ട, ഇത് ഫ്രീ ആയിട്ട് ബാക്കി എനിക്ക് തന്നാ മതി. പൈസ കൃഷ്ണനെ അല്ല ഡേവിസറിന്റെ മോളെ. എപ്പോ? ഇത് ഇപ്പോ. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നിന്നെ ഇഷ്ടാന്ന്. അങ്ങനൊന്നും ഉണ്ടാവില്ല. അവളെപ്പോഴാ പോയേ? ഇത് ഇപ്പൊ പോയല്ലോ.